ഞെരുങ്ങുന്നവർക്ക് മല കയറാൻ സാധിക്കാത്തവണ്ണം അത്രയും കഠിനമാണ് അതിൻ്റെ ഭാരം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഇങ്ങനെ പറയുന്നു. നമുക്കൊരു കഥയിലൂടെ തുടങ്ങാം. ഒരിക്കൽ ഒരു ത്രേസ്യ ചേട്ടത്തി റോഡരികിലൂടെ വലിയൊരു ചുമടും തലയിൽ ചുമന്ന് നടന്നു നീങ്ങുകയാണ്. ആ സമയത്ത് ത്രേസ്യാമ്മ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള ജോസ്മോൻ ഒരു ടെമ്പോയിലൂടെ യാത്ര പോകുകയായിരുന്നു. ജോസ്മോൻ ടെമ്പോ നിർത്തി ത്രേസ്യ ചേട്ടത്തിയോട് ടെമ്പോയിലേക്ക് കയറാൻ പറഞ്ഞു. ടെമ്പോയുടെ ബാക്കിൽ ത്രേസ്യ ചേട്ടത്തി കയറി. എന്നാൽ തൻ്റെ തലയിൽ നിന്ന് ചുമട് മാറ്റാതെയാണ് ത്രേസ്യ ചേട്ടത്തി ടെമ്പോയിൽ നിന്നത്. പലപ്പോഴും ഈ ത്രേസ്യ ചേട്ടത്തിയുടെ പോലെയാണ് നമ്മുടെ നിത്യജീവിതത്തിലെ യാത്രയും. ചെറുതും വലുതുമായ പാപങ്ങളും അതിൻ്റെ ഭാരങ്ങളും ചുമന്ന് നാം അനുദിനവും നടന്നു നീങ്ങുന്നു. എന്നാൽ നമ്മുടെ മുൻപിൽ കുമ്പസാരം എന്ന കുദാശയുടെ ടെമ്പോ ട്രാവലറുമായി നമ്മുടെ വാഹന നേതാവായ നല്ല തമ്പുരാൻ കടന്നു വരുന്നു. നാം എന്തുമാത്രം ഒരുങ്ങിയാണ് ആ കുമ്പസാരത്തിന് പോകുന്നത്? പലപ്പോഴും ത്രേസ്യ ചേട്ടത്തിയുടെ പോലെ വെറും വാക്കിൽ മാത്രമായി അല്ലെങ്കിൽ വെറും ഒരു ചടങ്ങായി നമ്മുടെ കുമ്പസാരം മാറുന്നുണ്ടോ? ആത്മാർത്ഥമായ അനുതാപത്തിലേക്ക്, മനസ്താപത്തിലേക്ക് നാം പ്രവേശിക്കുന്നുണ്ടോ? നമുക്ക് ചിന്തിക്കാം. പാപിനിയായ സ്ത്രീയോടും തന്നെ ഒറ്റിക്കൊടുത്തവനോടും തള്ളിപ്പറഞ്ഞവനോടും കുരിശിലേറ്റിയവരോടും കള്ളനോടും ക്ഷമിക്കുകയും 7-70 പ്രാവശ്യം ക്ഷമിക്കാൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്ത നല്ല നാഥൻ്റെ മുൻപിൽ നമുക്ക് സ്വയം ഇരുന്ന് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ മനസ്താപം എങ്ങനെയുള്ളതാണ്? നമുക്ക് ഈ സമയം നല്ല കള്ളൻ്റെ മനസ്താപത്തിലേക്കൊന്ന് പ്രവേശിക്കാം. മായ തപസ്സു കൊണ്ടോ പ്രാശ്ചിത്വം കൊണ്ടോ നേടിയെടുത്തതല്ല നല്ല കള്ളൻ്റെ പശ്ചാത്താപവും മനസ്താപവും. തൻ്റെ കണ്ണുകൾ ഇടത്തോട്ട് തിരിച്ച് ആ കുരിശിൽ കിടക്കുന്ന ദൈവപുത്രനെ തിരിച്ചറിഞ്ഞ് അവിടുത്തെ മുൻപിൽ പറുദീസയിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പറുദീസ നേടിയെടുത്ത നല്ല കള്ളൻ. മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാനും അതിലേക്ക് പ്രവേശിക്കുവാനും അതോടൊപ്പം സ്വയം മനസ്സിലാക്കി സ്വന്തം കുറവുകളും വീഴ്ചകളും മനസ്സിലാക്കി പശ്ചാത്തപിക്കാനും നമുക്കും കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. ആത്മാർത്ഥമായ നോമ്പുകാലത്തിലേക്ക് നാം പ്രവേശിക്കാൻ നാം ഒരുങ്ങുന്ന സമയത്ത് ഈശോയുടെ പീഡാനുഭവത്തിലും കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരാൻ ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം. യഥാർത്ഥമായി ഈശോയുടെ കുരിശ് ചുമന്നുകൊണ്ട് നടന്നു നീങ്ങുന്നവനെ മാത്രമേ അവിടുത്തെ ഉത്ഥാനത്തിലെ പങ്കുകാരനാവാൻ സാധിക്കുകയുള്ളൂ. നാം അവിടുത്തെ കുരിശുകൾ വഹിച്ച് മുന്നേറുമ്പോൾ, ആ കുരിശ് ചുമക്കുമ്പോൾ അതിനെ അവിടെ വിയർപ്പൊപ്പാൻ ഒരു വേറോനിക്കായും കുരിശ് താങ്ങാൻ ഒരു ശിമയോനുമുണ്ടെന്ന ഉറച്ച ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമുക്ക് ഈ നോമ്പുകാലം യഥാർത്ഥമായ മനസ്താപത്തോടെ, പശ്ചാത്താപത്തോടെ, ഒരു നല്ല കുമ്പസാരത്തോടെ നമുക്ക് ഒരുങ്ങി നടത്താം. അങ്ങനെ ആത്മാർത്ഥമായ ഉയർപ്പിൻ്റെ ഒരു മഹാത്മ നമുക്ക് സ്വന്തമാക്കാം. ഏവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു.